ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. 28 സംസ്ഥാനങ്ങളുള്ള ഇന്ത്യ രാജ്യത്ത് കേരളത്തിനോ മലബാറിനോ മാത്രമായി കേന്ദ്ര ബജറ്റിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കേവല പ്രാദേശിക വാദമായിരിക്കും. അതേസമയം പറയത്തക്ക പദ്ധതികളൊന്നും മലബാറിന് ഇല്ലെന്ന പരമാർത്ഥം പറയാതിരിക്കാനും വയ്യ. SUV-യുടെ വില കുറയുന്നതോ സൗരോർജ്ജ നിലയങ്ങളോ പ്രാദേശികമായി നമ്മെ ആഹ്ലാദിപ്പിക്കുന്നില്ല. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. വരും നാളുകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി കഴിയാനുള്ള ഇടമായി കേരളം മാറുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ. നിർഭയ പദ്ധതിയിലും നിർഭയ കേരള പദ്ധതിയിലും അതിന് വേദിയൊരുക്കുമെന്നും മന്ത്രി. വ്യാപാര സമൂഹത്തെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രിയുടെ ഇടക്കാല ബജറ്റ് എന്ന് വ്യാപാര സമൂഹം. ഉൽപാദന മേഖലയുടെ വളർച്ചയ്ക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ 2014-15 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വരുന്ന നാളുകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി കഴിയാനുള്ള ഒരു ഇടമായി കേരളം മാറുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് മന്ത്രി MK മുനീർ. സംസ്ഥാന മന്ത്രിസഭയുടെ 1000 ദിനാഘോഷ ജില്ലാതല പരിപാടികളോടനുബന്ധിച്ചുള്ള മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർഭയ പദ്ധതിയും നിർഭയ കേരള പദ്ധതിയും സമന്വയിപ്പിച്ച് ഒരു പുതിയ പാത വെട്ടിത്തുറക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭയുടെ 1000 ദിനാഘോഷങ്ങളുടെ ജില്ലാതല പരിപാടിയോടനുബന്ധിച്ച് പഞ്ചായത്ത് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീറുമായി കോഴിക്കോട് ടൗൺ ഹാളിലാണ് മുഖാമുഖം നടന്നത്. കേരളത്തിൽ വികസനത്തിൽ വൻ കുതിപ്പ് തന്നെ നടക്കുകയാണ്. സന്തുലിതമായ വികസനമാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പരിസ്ഥിതിയെയും മനുഷ്യനെയും സമന്വയിപ്പിച്ച് നിൽക്കുമ്പോഴാണ് ഒരു നല്ല സമൂഹം സൃഷ്ടിക്കപ്പെടുന്നതെന്ന് മന്ത്രി ആമുഖ ഭാഷണത്തിൽ പറഞ്ഞു. വരുന്ന നാളുകൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി കഴിയാനുള്ള ഒരു ഇടമായി കേരളം മാറണമെന്ന പ്രതീക്ഷയുണ്ട്. ഇതിനായി നിർഭയ പദ്ധതിയും നിർഭയ കേരളം പദ്ധതിയും സമന്വയിപ്പിച്ച് ഒരു പുതിയ പാത വെട്ടിത്തെളിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. വരുന്ന നാളുകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി കഴിയാനുള്ള ഒരു ഇടമായി കേരളം മാറണം എന്നുള്ള ഉദ്ദേശത്തിൽ നിലവിലുള്ള നിർഭയ പദ്ധതി, സാമൂഹ്യ നീതി വകുപ്പ് പുനരധിവാസവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അവബോധം ഉണ്ടാക്കുന്നതിനു വേണ്ടിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള പദ്ധതിയാണ്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വികസന ഫോട്ടോ പ്രദർശനവും നടക്കുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിച്ചിരുന്നു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ മോഡറേറ്ററായിരുന്നു. ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി സ്വാഗതം പറഞ്ഞു. നാഷണൽ ഹൈവേക്ക് വേണ്ടിയുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കി ഭൂവുടമകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് അഴിയൂർ, വടകര, മൂരാട് നാഷണൽ ഹൈവേ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇനിയും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നും സമരസമിതി ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ദേശീയപാത 45 മീറ്ററാക്കി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി 3A, 3D, 3G വിജ്ഞാപനങ്ങൾ വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പാത വികസനത്തിനായുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ടു പോകാതെ അനന്തമായി നീളുകയാണ്. സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞ ഭൂമിയിൽ ഒന്നും ചെയ്യാനാകാത്ത സ്ഥിതിയാണ് തങ്ങൾക്കുള്ളതെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. വൻകിടക്കാരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് വികസന വിരോധികൾ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തടസ്സപ്പെടുത്തുകയാണെന്നും അവർ ആരോപിച്ചു. കഴിഞ്ഞ 35 വർഷങ്ങളായി ഈ ദുരിതം അനുഭവിച്ചു വരികയാണെന്നും ദേശീയപാതയോരത്തെ ഭൂവുടമകൾ പറഞ്ഞു. നമുക്കൊന്നും വേണ്ട, നഷ്ടപരിഹാരം മതിയായ നഷ്ടപരിഹാരം വേണം. അന്നേരം നമ്മൾ സർക്കാരിന്റെ അതേ നമ്മൾ സർക്കാരിനോട് നമ്മൾ ഇതിനകത്ത് വോട്ടൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു രാഷ്ട്രീയ കക്ഷികളും ഇതിലില്ല. 2014 മാർച്ച് 31 മുൻപ് ദേശീയപാത വികസനത്തിന്റെ തുടർ നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കാത്ത പക്ഷം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും വേണ്ടി വോട്ട് രേഖപ്പെടുത്തുകയില്ലെന്നും ദേശീയപാതയോരത്തെ ഭൂവുടമകൾ വാർത്താസമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി.
വ്യാപാര സമൂഹത്തെ തഴഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി പി ചിദംബരത്തിന്റെ ഇടക്കാല ബജറ്റ് എന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ. ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവ കുറച്ചു എന്നതല്ലാതെ വ്യാപാര സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊന്നുമില്ല എന്നും ഒരു വോട്ട് ഓൺ അക്കൗണ്ട് ബജറ്റാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. അത് ഈ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കാനോ ഒന്നും ഉതകുന്നതല്ല. ഒരു വോട്ട് ഓൺ അക്കൗണ്ട് എന്ന നിലയിൽ ഞങ്ങളതിനെ കാണുന്നു. ഞങ്ങൾക്ക് പ്രത്യേകമായി യാതൊരു ഗുണവും ചെയ്യാത്ത ഒരു ബഡ്ജറ്റാണെന്നാണ് ഇതിനെ പറ്റിയുള്ളത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്തതാണ് ധനമന്ത്രിയുടെ ഇടക്കാല ബജറ്റ് പ്രഖ്യാപനങ്ങളെന്ന് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് അലോക് കുമാർ സാബു. വിദ്യാഭ്യാസ ലോൺ മൊറട്ടോറിയവും കൊച്ചി മെട്രോ നിർമ്മാണത്തിനായി 462 കോടി അനുവദിച്ചതും സ്വാഗതാർഹമാണ്. എന്നാൽ വ്യാപാര മേഖലയ്ക്ക് കാര്യമായ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം ഇന്ന് ഒരു മൊറട്ടോറിയം കൊടുത്താൽ 4 പൈസ തിരിച്ചു കൊടുക്കണം. ഐ എക്സ്പെക്ട് ദി ഗവൺമെന്റ് ടു വേവ് ഓഫ് ദി ഇൻട്രസ്റ്റ് ഫോർ ദ സ്റ്റുഡൻസ്. അതർവൈസ് ദിസ് ബഡ്ജറ്റ് ഒരു വലിയ വിഷമമില്ലാത്ത ബഡ്ജറ്റാണ്. പുതിയ ഡയറക്ഷൻ. മലബാർ ഗ്രൂപ്പിന്റെ നിർമ്മാണ വിഭാഗമായ മലബാർ ഡെവലപ്പേഴ്സ് ഗ്രീൻ തമ്പ് എന്ന പേരിൽ ജൈവ കാർഷിക സംരംഭം ആരംഭിച്ചു. പദ്ധതിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ ആരംഭിച്ചിട്ടുള്ള പച്ചക്കറി കൃഷിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം PTA റഹീം MLA നിർവഹിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് എന്നും മുൻഗണന നൽകിയിട്ടുള്ള മലബാർ ഗ്രൂപ്പിന്റെ ക്രിയാത്മകമായ പുതിയ കാൽവെപ്പാണ് ജൈവ കാർഷിക മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ. മലബാർ ഗ്രൂപ്പിന്റെ നിർമ്മാണ വിഭാഗമായ മലബാർ ഡെവലപ്പേഴ്സ് ഗ്രീൻ തമ്പ് എന്ന പേരിൽ ജൈവ കാർഷിക സംരംഭം ആരംഭിച്ചു. രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ തികച്ചും പ്രകൃതിദത്തമായ മാർഗങ്ങൾ അവലംബിച്ച് പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യാനാണ് ഗ്രീൻ തമ്പ് ഓർഗാനിക് ഫാം ക്ലബ്ബ് ലക്ഷ്യമിടുന്നത്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അതിപ്രസരം ക്യാൻസർ, ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളുടെയും പഴങ്ങളുടെയും വിപണനത്തിന് പുറമെ ജൈവ വിത്തുകളുടെ ഉൽപാദനവും ജൈവവള നിർമ്മാണവും ഉൾപ്പെടുന്ന സമഗ്രമായ സംരംഭമാണ് ഗ്രീൻ തമ്പ്. ജൈവ കൃഷിയെ ഒരു സംസ്കാരമായി പ്രചരിപ്പിക്കാൻ പ്രാദേശിക സംഘടനകളുടെയും സമാന മനസ്കരുടെയും സഹകരണത്തോടെ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും ഉദ്ദേശമുണ്ട്. ഗ്രീൻ തമ്പ് ഓർഗാനിക് ഫാം ക്ലബിൽ അംഗമാവുന്നവർക്ക് വിളവെടുപ്പിന്റെ വിഹിതം അതാത് കാലയളവിൽ ലഭിക്കുന്നതാണെന്നും സംഘാടകർ പറഞ്ഞു. പദ്ധതിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ ആരംഭിച്ചിട്ടുള്ള പച്ചക്കറി കൃഷിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം PTA റഹീം MLA നിർവഹിച്ചു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നല്ല ബിസിനസ് നടത്തി നല്ല പുരോഗതിയിൽ പോകുമ്പോൾ ഇത്തരം ഒരു പ്രൊജക്റ്റ് എടുത്ത് നടത്തുന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. പെരുവൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോതത്ത് മുഹമ്മദ് ആദ്യ വിളവെടുപ്പ് ഫലം പ്രദീപ് കുമാർ MLA യിൽ നിന്നും ഏറ്റുവാങ്ങി. പെരുവേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത കോട്ടഞ്ചേരി അധ്യക്ഷം വഹിച്ചു. റിട്ടയർഡ് പ്രിൻസിപ്പലും അഗ്രികൾച്ചർ ഡയറക്ടറുമായ വിക്രമൻ പദ്ധതി വിശദീകരിച്ചു. കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധനീഷ് ലാൽ വൃക്ഷത്തൈ നടൽ ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷെമീന, ആർക്കിടെക്ട് NM സലീം, ആർക്കിടെക്ട് ടോണി ജോസഫ്, കൺസൾട്ടന്റ് ടിനി ഫിലിപ്പ്, എലമെന്റ്സ് കാലിക്കറ്റ് പ്രതിനിധി ടോമി മാത്യു, ഡോക്ടർ K മൊയ്തു, ഷെവലിയർ CE ചാക്കുണ്ണി, മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK നിഷാദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ 2014-15 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ഉത്പാദന മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ R ശശിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. റോഡ് വികസനം, സ്ത്രീകളുടെ സാമൂഹ്യ സുരക്ഷ തുടങ്ങിയ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകിയ ബജറ്റാണ് അവതരിപ്പിച്ചത്. നെൽകൃഷി സംഭരണത്തിന് 6 കോടി 40 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ 2014-15 വർഷത്തെ ബജറ്റ് തിങ്കളാഴ്ച പഞ്ചായത്ത് ഹാളിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ശശി അവതരിപ്പിച്ചു. ഉൽപ്പന്ന മേഖലയുടെ വികസനത്തിനായി നിരവധി പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപാദന മേഖലയുടെ വളർച്ചയ്ക്ക് ഊന്നൽ നൽകുന്നതും നെൽകൃഷിയുടെ സംരക്ഷണത്തിനു വേണ്ടിയും പ്രത്യേക പരിഗണനയാണ് ബജറ്റിൽ നൽകിയിരിക്കുന്നത്. റോഡുകളുടെ വികസനത്തിന് 26 കോടി രൂപ, കുടിവെള്ള പദ്ധതിക്ക് 2 കോടി, സ്ത്രീകളുടെ സാമൂഹ്യ സുരക്ഷയ്ക്ക് 1 കോടി 31 ലക്ഷവും, ഇന്ദിരാ ആവാസ് യോജന EMS ഭവന പദ്ധതിക്ക് 6 കോടിയും, കോൾനില വികസന പദ്ധതിക്ക് 6 കോടി 40 ലക്ഷം രൂപയും, ജില്ലയിലെ പാടശേഖരങ്ങളെ കൃഷിയോഗ്യമാക്കുന്നതിന് 83 ലക്ഷം രൂപയും അനുവദിച്ചു. ബജറ്റിനോടനുബന്ധിച്ച് നടന്ന ചർച്ചയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG ജോർജ്, ചെയർപേഴ്സൺ TK തങ്കമണി, KP ഷീബ, CBM നജ്മ, പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് അബ്ദുൾ റാഫി തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ? ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ജുഗൽ ബന്ദി. ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാഭമായ കോട്ടൺ ഉത്സവം. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ലക്ഷക്കണക്കിന് ശ്രേണികൾ. രജപുത്രാഞ്ജന, മ്യൂറൽ റോയാൽ, മുഗൾ എ ആസം, ദക്ഷിൺ ആൻഡ് ഡെക്കാൻ തുടങ്ങി ഏറ്റവും പുതിയ കോട്ടൺ സാരി കളക്ഷനുകൾ. ഒപ്പം റെഡിമെയ്ഡ് ചുരിദാർ മെറ്റീരിയലുകൾ, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ പുത്തൻ കോട്ടൺ ശ്രേണികളും. കല്യാൺ സിൽക്സ് കോട്ടൺ ജുഗൽ ബന്ദി. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾക്കെതിരെ ആരംഭിച്ച അനിശ്ചിതകാല കളക്ടറേറ്റ് ഉപവാസ സമരം 6ാം ദിനം പിന്നിട്ടു. കട്ടിപ്പാറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം കട്ടിപ്പാറ പള്ളി വികാരി ഫാദർ ജോൺ കളരിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിയിടങ്ങളെയും വികസന പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ജനവിരുദ്ധ നിർദ്ദേശങ്ങൾ ഒഴിവാക്കി വിജ്ഞാപനം ഇറക്കണമെന്നാവശ്യപ്പെട്ട് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അനിശ്ചിതകാല ഉപവാസ സമരം 6 ദിവസം പിന്നിട്ടു. ഏറെക്കാലമായി നടത്തിയ പ്രക്ഷോഭങ്ങളുടെയും നിവേദനങ്ങളുടെയും ഫലമായി ആശങ്കകൾ വേണ്ട എന്ന പ്രസ്താവനകൾ മാത്രമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ മലയോര മേഖലയിലെ സ്വാഭാവിക വികസന പ്രവർത്തനങ്ങളെയും കൃഷിയിടങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഓഫീസ് മെമ്മോറാണ്ടം അതേപടി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ മലയോര മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് കർശനമായ വിലക്കുകൾ ഏർപ്പെടുത്തുകയും പിഴകൾ ചുമത്തുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ അധികൃതരുടെ വാക്കുകൾ കൊണ്ടുള്ള ഉറപ്പുകൾക്ക് യാതൊരു ഉറപ്പുമില്ല. ഇതിനാലാണ് അന്തിമഘട്ട സമരവുമായി പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി രംഗത്ത് വന്നിരിക്കുന്നത്. സമരത്തിന്റെ 6ാം ദിനം കട്ടിപ്പാറ പഞ്ചായത്താണ് നേതൃത്വം നൽകിയത്. വിവിധ സംഘടനകളും പരിസ്ഥിതി പ്രവർത്തകരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിൽ പങ്കുചേരുന്നുണ്ട്. സമരപരിപാടിയിൽ കട്ടിപ്പാറ പള്ളി വികാരി ഫാദർ ജോൺ കളരിപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. കട്ടിപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ഹാജി, ലീലാമ ജോസഫ്, വത്സമ്മ അനിൽ, KT ഉലഹന്നാൻ, KC വാസു, കേളപ്പൻ മാസ്റ്റർ, NS തോമസ് തുടങ്ങിയവർ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകി. ഖനന നിരോധനം നീക്കം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെയും ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പണിമുടക്കും കളക്ടറേറ്റ് മാർച്ചും നടത്തി. മാർച്ച് A. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഖനന നിയന്ത്രണത്തിന്റെ പേരിൽ ചെങ്കൽ ഖനനവും മണൽവാരലും നിരോധിച്ചിരിക്കുകയാണെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇതിന്റെ ഫലമായി ജില്ലയിൽ ആയിരക്കണക്കിന് ലോറി, ടിപ്പർ ലോറി, മിനി ലോറികൾ എന്നിവ പണിയില്ലാത്തതിനാൽ നിർത്തിയിടേണ്ടി വന്നിരിക്കുകയാണ്. വലിയ തോതിൽ നികുതിയും ഇൻഷുറൻസ് പ്രീമിയവും അടയ്ക്കുന്ന വാഹനങ്ങളാണ് ഇങ്ങനെ മാസങ്ങളായി നിർത്തിയിട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഖനന നിരോധനം നീക്കം ചെയ്യുക, പോലീസ് RTO അധികാരികളുടെ അതിക്രമം അവസാനിപ്പിക്കുക, വർദ്ധിപ്പിച്ച ഇൻഷുറൻസ് പ്രീമിയം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളുയർത്തി കോഴിക്കോട് ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെയും ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെയും നേതൃത്വത്തിൽ ജില്ലയിൽ ലോറി, ടിപ്പർ, മിനി ലോറി തൊഴിലാളികളും പണിമുടക്കും കളക്ടറേറ്റ് മാർച്ചും നടത്തിയത്. മാർച്ചിന്റെ ഉദ്ഘാടനം A. പ്രദീപ് കുമാർ MLA നിർവഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി KK മമ്മു അധ്യക്ഷം വഹിച്ചു. KV ജയൻ, MV കൃഷ്ണൻകുട്ടി, കുഞ്ഞൻ, C. മോഹൻ, K. രാമചന്ദ്രൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ഉത്സവഛായ പകർന്ന അന്തരീക്ഷത്തിൽ മലബാറിലെ ആദ്യത്തെ സർക്കാർ IT പാർക്കായ കോഴിക്കോട് ഗവൺമെന്റ് സൈബർ പാർക്കിന്റെ ഉദ്ഘാടനം വ്യവസായ വിവര സാങ്കേതിക വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. ഇതോടൊപ്പം പാർക്കിലെ IT ബിൽഡിംഗിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. വിവര സാങ്കേതിക മേഖലയിൽ കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയാവുകയാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ചടങ്ങിൽ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉൾപ്പെടുന്ന ആദ്യ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ IT ഭൂപടത്തിൽ കോഴിക്കോടിന്റെ സാന്നിധ്യം ശ്രദ്ധേയമാവുകയാണ്.
ചിലവ് കുറവും ജീവിക്കാൻ അനുയോജ്യവുമാണെന്ന സവിശേഷതകൾ IT കമ്പനികളെ കോഴിക്കോട്ടേക്ക് ആകർഷിക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവശേഷിക്കുന്ന കെട്ടിടം ജോലികൾ കൂടി പൂർത്തിയാകുന്നതോടെ പ്രൊഫഷണലുകൾക്കും തദ്ദേശീയർക്കും ഉൾപ്പെടെ വ്യാപക തൊഴിലവസരങ്ങളാണ് സർക്കാർ സൈബർ പാർക്ക് വഴി യാഥാർത്ഥ്യമാവുന്നത്. വിവരസാങ്കേതിക മേഖലയിൽ കോഴിക്കോട് നഗരത്തിന്റെ സജീവ സാന്നിധ്യം അറിയിക്കാൻ സർക്കാർ സൈബർ പാർക്കിന്റെ ആദ്യ കെട്ടിടമാണ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തത്. കയറ്റുമതി അധിഷ്ഠിത IT വ്യവസായ രംഗത്ത് സംസ്ഥാനത്തെ രാജ്യത്തെ ഒന്നാം നിരയിലെത്തിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളം ഇപ്പോൾ തന്നെ രാജ്യത്തെ IT റെഡി സംസ്ഥാനമാണ്. പല രംഗങ്ങളിലും രാജ്യത്തിന് മാതൃക കാണിച്ചിട്ടുമുണ്ട്. IT രംഗത്തും ഇത് ആവർത്തിക്കും. ഈ രംഗത്തെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന ഉപാധികളും സർക്കാർ സജ്ജമാക്കും. സ്വകാര്യ സംരംഭകരും IT പാർക്കുകൾ സ്ഥാപിക്കാൻ രംഗത്ത് വരണം. ശിലാസ്ഥാപനം നിർവഹിച്ച IT കെട്ടിടം 1 വർഷത്തിനകം പൂർത്തിയാക്കും. തിരുവനന്തപുരത്തിനും കൊച്ചിക്കും ശേഷം കോഴിക്കോട് ലോക IT ഭൂപടത്തിൽ ഇടം പിടിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോഴിക്കോട് നഗരത്തിന്റെ തിരക്കിൽ നിന്നും മാറി അതേസമയം നഗരത്തിന് ഏറെ ദൂരെയല്ലാതെ തൊണ്ടാട് ബൈപ്പാസിന് സമീപത്തെ പ്രകൃതിരമണീയമായ സ്ഥലത്താണ് സൈബർ പാർക്ക് ഒരുക്കുന്നത്. 1000 ചതുരശ്ര അടിയാണ് പണി പൂർത്തിയാവുന്ന മനോഹരമായ കെട്ടിടത്തിന്റെ ആകെ വിസ്തീർണം. 3 കോടിയോളം രൂപ ചിലവിൽ നിർമ്മിച്ച ഈ ഇരുനില കെട്ടിടത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉൾപ്പെടെയുള്ളവയാണ് പ്രവർത്തിക്കുക. ഇതിൽ താഴത്തെ നിലയിലെ 3000 ചതുരശ്ര അടി മുൻപ് IT കമ്പനികൾക്കായി ഇതിനകം വാടകയ്ക്ക് നൽകി കഴിഞ്ഞു. ഇവ ഏതാനും ദിവസങ്ങൾക്കകം പ്രവർത്തനം ആരംഭിക്കും. ഇതോടൊപ്പം 44.19 കോടി രൂപ ചിലവിൽ മറ്റൊരു 7 നില കെട്ടിടത്തിന്റെ നിർമ്മാണവും പാർക്കിൽ പുരോഗമിക്കുന്നുണ്ട്. 2.8 ലക്ഷം ചതുരശ്ര അടി സ്ഥലമാണ് ഇവിടെ IT കമ്പനികൾക്കായി ലഭ്യമാവുക. 20 മെഗാവാട്ടിന്റെ 110 kV ഗ്യാസ് ഇൻസുലേറ്റഡ് ഇലക്ട്രിക് സബ്സ്റ്റേഷന്റെ നിർമ്മാണവും വൈകാതെ ആരംഭിക്കും. 85 കോടി രൂപ ചിലവിൽ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കെട്ടിടത്തിന്റെ നിർമ്മാണവും 4 മാസത്തിനകം തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. നിർമ്മാണത്തിലെ കാലതാമസം ഒഴിവാക്കുന്നതിനായി പതിവ് നിർമ്മാണ രീതികളിൽ നിന്ന് മാറി ഡിസൈൻ ആൻഡ് ബിൽഡ് രീതിയിലാണ് കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നത്. രൂപരേഖ തയ്യാറാക്കൽ മുതൽ നിർമ്മാണ പ്രവൃത്തികൾ വരെ ഒറ്റ കമ്പനിയെ ഏൽപ്പിക്കുന്നതാണ് ഡിസൈൻ ആൻഡ് ബിൽഡ്. പാർക്ക് പൂർത്തിയായാൽ 7 വർഷത്തിനകം 20,000-ഓളം പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. ചിലവ് കുറവാണെന്നതും ജീവിക്കാൻ അനുയോജ്യമാണെന്നതും കോഴിക്കോടിനെ IT കമ്പനികൾക്ക് കൂടുതൽ യോജ്യമാകും. പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ അധ്യക്ഷം വഹിച്ചു. മേയർ AK പ്രേമജ മുഖ്യപ്രഭാഷണം നടത്തി. MK രാഘവൻ MP, PT റഹീം MLA, CDA ചെയർമാൻ NC അബൂബക്കർ, ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുഗതൻ, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി PH കുര്യൻ, സൈബർ പാർക്ക് CEO KG ഗിരീഷ് ബാബു എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിലനിൽക്കുന്ന സംശയങ്ങളും പ്രശ്നങ്ങളും ദൂരീകരിക്കാൻ അധികാരികൾക്ക് സാധിക്കണമെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ. കേന്ദ്ര തൊഴിലാളി വിദ്യാഭ്യാസ ബോർഡ് കോഴിക്കോട് പ്രാദേശിക കേന്ദ്രം സുവർണ ജൂബിലി വർഷത്തിന്റെയും സെമിനാറിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര തൊഴിലാളി വിദ്യാഭ്യാസ ബോർഡ് കോഴിക്കോട് പ്രാദേശിക കേന്ദ്രത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പ്രത്യേക സെമിനാർ സംഘടിപ്പിച്ചു. സുവർണ ജൂബിലി വർഷത്തിന്റെയും സെമിനാറിന്റെയും ഉദ്ഘാടനം KDC ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സാധ്യമായിട്ടുണ്ട്. എന്നാൽ ധാരാളം പ്രശ്നങ്ങളും സംശയങ്ങളും ഇന്നും തൊഴിലുറപ്പ് പദ്ധതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ അധികാരികൾക്ക് സാധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം ഒരുമിച്ചുകൊണ്ട് ഏത് രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി നമുക്ക് ഗുണകരമാക്കാം. പരിപാടിയിൽ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റീന മുണ്ടേങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. രാമനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് NC ഹംസകോയ, ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് K സുഗതൻ, കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ ടീച്ചർ, N അനിരുദ്ധൻ, N വാസുദേവൻ നായർ, അലോക് സാബു, മനോജ് എടനിയിൽ, PS അബ്ബാസ്, K സോജൻ ജോസഫ്, ഡൊമിനി മാത്യു എന്നിവർ സംബന്ധിച്ചു. അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന പദ്ധതിയുടെ ഭാഗമായി അംഗൻവാടി ടീച്ചർമാർക്കായി ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. കോഴിക്കോട് പോലീസ് ക്ലബ്ബിൽ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ MC ദേവസ്യ നിർവഹിച്ചു. അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചത്. കോഴിക്കോട് കോർപ്പറേഷന്റെ സാമൂഹ്യ സുരക്ഷാ മിഷന് കീഴിൽ അംഗൻവാടി ടീച്ചേഴ്സിനായി മാസം തോറും ട്രെയിനിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിന്റെ ആദ്യപടി എന്ന നിലയ്ക്കാണ് പോലീസ് ക്ലബ് ഹാളിൽ ട്രെയിനിംഗ് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ MC ദേവസ്യ നിർവഹിച്ചു. തുടർന്ന് ഉത്തരവാദിത്തപൂർണമായ രക്ഷാകർതൃത്വത്തെ സംബന്ധിച്ച് നടന്ന ക്ലാസിന് പാലേരി മുരളീധരൻ നേതൃത്വം നൽകി. ക്ലീൻലിനെസിന്റെ ഇമ്പോർട്ടൻസ് അത് വീട്ടിലെ അച്ഛനമ്മമാർ കൈ വാഷ് ചെയ്യുന്നത് കണ്ടാൽ കുട്ടികളും വാഷ് ചെയ്യും, നമ്മൾ വാഷ് ചെയ്തില്ലെങ്കിൽ അവരും വാഷ് ചെയ്യും. ഇതാണ് പാരന്റിംഗിൽ പറയുന്നത്. കുട്ടികളുടെ ബുദ്ധിവികാസം എന്ന വിഷയത്തിൽ ബിജു പൂമ്പാറ്റ ക്ലാസ് എടുത്തു. പരിപാടിയിൽ പ്രൊഫസർ PI ജോൺ അധ്യക്ഷനായിരുന്നു. ലത്തീഫ് ഒളവണ്ണ, ഹരിദാസൻ മാസ്റ്റർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. വിവിധ സ്രോതസ്സുകളിൽ നിന്നും നികുതി കുറയ്ക്കാനുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ച് കോഴിക്കോട് ആദായനികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ ആദായനികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ക്ലാസുകളെടുത്തു.
കോഴിക്കോട് ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും നികുതി കുറയ്ക്കാനുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ കോഴിക്കോട് ഇൻകം ടാക്സ് കമ്മീഷണർ എം ലക്ഷ്മിഭായ്, ഇൻകം ടാക്സ് ഓഫീസർ കെ കൃഷ്ണകാന്ത് എന്നിവർ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച നടത്തി. ടിമ്പർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഓപ്ഷനിൽ ടിമ്പർ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അന്ന് ടാക്സ് കളക്ട് ചെയ്യണം. 2.5% കളക്ട് ചെയ്യേണ്ടത്. അത് പേഴ്സണൽ യൂസിനാണെന്നുണ്ടെങ്കിൽ അതിന് ഫോം 27D എന്ന് പറഞ്ഞിട്ടുള്ള ഫോം വാങ്ങിച്ച് വെക്കണം. പേഴ്സണൽ ആണെങ്കിൽ പിടിക്കേണ്ട ആവശ്യമില്ല, ഡിക്ലറേഷൻ വാങ്ങിച്ച് വെച്ചാൽ മതി. പാർക്കിംഗ് ലോട്ട്, ടോൾ പ്ലാസ, മൈനിങ് ആൻഡ് ക്വാറിങ്. പാർക്കിംഗ് ലോട്ട്, ഇപ്പോൾ പാർക്കിംഗ് ലോട്ട് ആർക്കെങ്കിലും കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് ഇത് ചെയ്യണം. അതേപോലെ മൈനിങ് ആൻഡ് ക്വാറിങ് ലൈസൻസ്, മൈനിങ് ആൻഡ് ക്വാറിങ് ലൈസൻസിനും അവർ TCS കളക്ട് ചെയ്യണം. സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന നികുതിക്ക് ഇളവ് ലഭിക്കുന്നതോടൊപ്പം അതിൽ പാലിക്കേണ്ട നിയമനിർദ്ദേശങ്ങളും സമയബന്ധിതമായി നികുതി ഈടാക്കുന്നതിനെ സംബന്ധിച്ചും ഉദ്യോഗസ്ഥരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും സെമിനാറിൽ സാധിച്ചു. വാർത്തകൾ മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്, കോഴിക്കോട്. കോഴിക്കോട് KTC ഗ്രൗണ്ടിൽ മിംസ് ഹോസ്പിറ്റലിനു സമീപം ജനുവരി 24 മുതൽ ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 4 മണിക്കും രാത്രി 7 മണിക്കും ഗ്രാൻഡ് സർക്കാസ്. ദിവസേന 3 പ്രദർശനങ്ങൾ. അഭ്യാസ പ്രകടനത്തിന്റെ അത്ഭുത കാഴ്ചകളുമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിനു സമീപം KTC ഗ്രൗണ്ട്, മിനി ബൈപ്പാസ്, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്. വാർത്തകൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി ആത്മസമർപ്പണം നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിജയിച്ചു വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ KDF സംസ്ഥാന നേതൃത്വ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ UDF ഗവൺമെന്റിൽ നിന്നും യാതൊരു പ്രയോജനവും ഒരു സംഘടന എന്ന നിലയിൽ കേരള ദളിത് ഫെഡറേഷന് ഉണ്ടായിട്ടില്ല. അധികാരത്തിന്റെ പുറമ്പോക്കിലേക്ക് തള്ളപ്പെട്ട ദളിത്, ക്രൈസ്തവർ, ആദിവാസികൾ, വിശ്വകർമ്മജർ, നാടാർ, ധീരവർ തുടങ്ങിയ സമുദായങ്ങളെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കണമെന്നും സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ പറഞ്ഞു. സമ്മേളനത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TP ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. KPC കുട്ടി മാസ്റ്റർ, KV സുബ്രഹ്മണ്യൻ, PT ജനാർദ്ദനൻ, NP ചിന്നൻ, PG പ്രകാശ്, PV ദാമോദരൻ, AM ഗോപാലൻ, P സുകുമാരൻ, PG സജീവൻ എന്നിവരും സംസാരിച്ചു. കഴിഞ്ഞ മഴക്കാലത്ത് വേണ്ടത്ര മഴ ലഭിക്കാതിരുന്നത് ജില്ലയിൽ കടുത്ത വരൾച്ചയ്ക്ക് കാരണമാകുമെന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ദിനേശൻ കളക്ടറേറ്റിൽ ജില്ലാ ഭരണകൂടം സംഘടിപ്പിച്ച വളർച്ചാ ലഘൂകരണത്തിനായുള്ള ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ CA ലത ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മഴയില്ലാത്ത മാസങ്ങളിൽ ഇടമഴകൾ ലഭിക്കുന്നതിനാലാണ് ഗുരുതരമായ ജലദൗർലഭ്യം ഉണ്ടാകാത്തത്. ഇത്തവണ ഇടമഴകൾ ലഭിക്കാത്തതും കഴിഞ്ഞ വർഷത്തെ വടക്കുകിഴക്കൻ മൺസൂൺ കാലത്ത് ജില്ലയിൽ ലഭിച്ച മഴയിൽ 25% കുറവുണ്ടായതും കടുത്ത വരൾച്ചാ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ പൊതുജനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്വീകരിക്കണമെന്നും ഡോക്ടർ ദിനേശൻ പറഞ്ഞു. കിണറുകളും കുളങ്ങളും സംരക്ഷിക്കൽ, ഭൂഗർഭജല പരിപോഷണത്തിനുള്ള നടപടികൾ സ്വീകരിക്കൽ, കുടിവെള്ള വിതരണത്തിനുള്ള ജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കൽ, മഴവെള്ള സംഭരണം, ഉപരിതല ജലം ഒഴുകിപ്പോകുന്നത് തടയുന്നതിന് ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കൽ, ജലമലിനീകരണം ഒഴിവാക്കൽ, ജലവിതരണ സംവിധാനത്തിലെ അറ്റകുറ്റപ്പണികൾ തീർക്കൽ, അമിതജല ഉപഭോഗം കുറയ്ക്കൽ, തടയണകൾ നിർമ്മിച്ചുള്ള ജലസംരക്ഷണം തുടങ്ങിയവ അടിയന്തരമായി ചെയ്യണം. കാർഷിക മേഖലയിൽ ജലദൗർലഭ്യം സാമ്പത്തിക സാമൂഹ്യ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും ഡോക്ടർ ദിനേശൻ ഓർമ്മിപ്പിച്ചു. അരക്കിണർ പാറപ്പുറം ശ്രീകൃഷ്ണ വിദ്യാലയത്തിന്റെ 39ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം പ്രമുഖ കലാകാരൻ മനോജ് മണിയൂർ നിർവഹിച്ചു. അരക്കിണർ പാറപ്പുറം ശ്രീകൃഷ്ണ വിദ്യാലയത്തിന്റെ 30ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. വിദ്യാലയത്തിന്റെ പരിസരത്ത് നടന്ന പരിപാടി പ്രമുഖ കലാകാരനായ മനോജ് മണിയൂർ ഉദ്ഘാടനം ചെയ്തു. M മാധവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വിദ്യാലയ സമിതി പ്രസിഡന്റ് AM അനിൽകുമാർ, സ്കൂൾ പ്രധാനാധ്യാപകൻ A വേണുഗോപാലൻ നായർ, K രവീന്ദ്രൻ,
ആർ പ്രമോദ്, സിന്ധു, സുജല തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ സംഘനൃത്തം, ആംഗ്യപ്പാട്ട് മത്സരം, നാടൻപാട്ട്, നാടകം തുടങ്ങി വിവിധ പരിപാടികളും അരങ്ങേറി. വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം അടിച്ചിക്കാട്ട് വേണുഗോപാൽ നിർവഹിച്ചു. നടുവട്ടം ഉറവ് സാംസ്കാരിക വേദിയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സാംസ്കാരിക വേദി പരിസരത്ത് നടന്ന പരിപാടികൾ മുൻ ADM KP രമാദേവി ഉദ്ഘാടനം ചെയ്തു. നടുവട്ടം ഉറവ് സാംസ്കാരിക വേദി പ്രദേശത്തെ സാമൂഹ്യ ജീവിതത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് അതിന്റെ 5 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഉറവിന്റെ വാർഷികാഘോഷ പരിപാടികൾ സാംസ്കാരിക വേദി പരിസരത്ത് നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം മുൻ ADM KP രമാദേവി നിർവഹിച്ചു. ഉറവ് സാംസ്കാരിക വേദി പ്രസിഡന്റ് ഗണേഷ് CK പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. അനിൽകുമാർ C, കൌൺസിലർ ജലജ P, മുൻ പഞ്ചായത്ത് മെമ്പർ മാധവദാസ്, സിനിമാ കലാ സംവിധായകൻ മുരളി ബേപ്പൂർ, സുബ്രഹ്മണ്യൻ മണാൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും മുടിഞ്ഞ കുളി എന്ന നാടകവും അവതരിപ്പിച്ചു. ഇനി റെസിഡൻസ് അസോസിയേഷൻ വാർത്തകളിലേക്ക്. ബേപ്പൂർ തമ്പിറോഡ് ജനസേവ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷം നടന്നു. മുതുനിലം പറമ്പിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ നഗരാസൂത്രണ ചെയർപേഴ്സൺ T രജനി നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ ബേപ്പൂർ ഭാഗത്തിന്റെ ഡിവിഷനിൽ തന്നെ 75 ലക്ഷത്തിന്റെ വികസനമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലേക്ക് പോകുന്ന റോഡാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് വത്സരാജ് അധ്യക്ഷത വഹിച്ചു. K ബാബു, N രാജൻ, രവീന്ദ്രൻ, P ഹരിദാസൻ, എടത്തൊടി മുരളീധരൻ, K ദാമോദരൻ, കുഞ്ഞനസ് രാജ്, KT പ്രഭാകരൻ, ജീഷ്മ, അഞ്ജുഷ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. കായിക വാർത്തകൾ. ആദ്യമായാണ് ഫയർ ആൻഡ് സേഫ്റ്റി ജീവനക്കാർക്കായി സംസ്ഥാന കായികമേള വരുന്നത്. ഇതിൽ പങ്കെടുക്കാൻ ജില്ലാതലത്തിൽ യോഗ്യത നേടാനായി ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. കോഴിക്കോട് ജില്ലയിലെ 8 ഫയർ ആൻഡ് സേഫ്റ്റി ശാഖകളിൽ നിന്നും 16 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ഇന്റർനാഷണൽ ഷട്ടിൽ പ്ലെയർ മണ്ണാറക്കൽ വ്യാസിൽ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അരുൺ ഭാസ്കർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. സജീഷ്, KP ബാബുരാജ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. സമഗ്ര ജലവിഭവ വികസന വിനിയോഗം എന്ന വിഷയത്തെ ആസ്പദമാക്കി CWRDM കുന്നമംഗലത്ത് ഫെബ്രുവരി 19 മുതൽ 21 വരെ അന്താരാഷ്ട്ര സിംപോസിയം നടത്തും. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെയും സഹകരണത്തിലൂടെയും സ്ഥായിയായ ഒരു ജലവിഭവ വിനിയോഗം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം വിഭാവനം ചെയ്തുകൊണ്ടാണ് സിംപോസിയം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സിംപോസിയത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 19 വീഡിയോ കോൺഫറൻസ് വഴി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി MSM നടത്തുന്ന 5ാമത് ടിപ്സ് മോഡൽ എൻട്രൻസ് പരീക്ഷ മാർച്ച് 30 തെരഞ്ഞെടുത്ത പരീക്ഷാ കേന്ദ്രങ്ങളിൽ നടക്കും. 100-ലധികം കേന്ദ്രങ്ങളിൽ രാവിലെ 10 മുതൽ 12:30 വരെയാണ് പരീക്ഷ. ഓൺലൈൻ SMS സംവിധാനങ്ങളിലൂടെ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. മാർച്ച് 24 വൈകിട്ട് 5:30 വരെ SMS വഴിയും 7 മണി വരെ ഓൺലൈനായും അപേക്ഷകൾ സ്വീകരിക്കും. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസത്തോടെ തയ്യാറെടുക്കാൻ വേണ്ടിയാണ് ടിപ്സ് മോഡൽ എൻട്രൻസ് പരീക്ഷ നടത്തുന്നത്. പ്രണയത്തിന്റെ പതിവ് ശൈലികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആഖ്യാന ശൈലിയാണ് ഓം ശാന്തി ഓശാന എന്ന സിനിമയിൽ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ്. പ്രേക്ഷകർക്കായി ഒരു ക്ലീൻ എന്റർടൈൻമെന്റാണ് ഒരുക്കിയിരിക്കുന്നതെന്നും തിരക്കഥാകൃത്ത് മിഥുൻ പറഞ്ഞു. ലാൽ ജോസ്, രഞ്ജി പണിക്കർ, വിനീത് ശ്രീനിവാസൻ എന്നീ 3 സംവിധായകർ അഭിനയിക്കുന്നു എന്നതും സിനിമയുടെ പ്രത്യേകതയാണ്. സിനിമയിൽ പുതുമുഖങ്ങളായ തങ്ങൾക്ക് ആത്മസമർപ്പണത്തിനുള്ള അംഗീകാരമാണ് ഓം ശാന്തി ഓശാന എന്ന സിനിമയുടെ വിജയമെന്നും അവർ വ്യക്തമാക്കി. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന മുഖാമുഖത്തിൽ നിർമ്മാതാവ് ആൽവിൻ ആന്റണിയും പങ്കെടുത്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കമാൽ ബരദൂർ, AV ഫർദീസ് തുടങ്ങിയവരും സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരും നാളുകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി കഴിയാനുള്ള ഇടമായി കേരളം മാറുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ. നിർഭയ പദ്ധതിയിലും നിർഭയ കേരള പദ്ധതിയിലും അതിന് വേദിയൊരുക്കുമെന്നും മന്ത്രി. വ്യാപാര സമൂഹത്തെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രിയുടെ ഇടക്കാല ബജറ്റ് എന്ന് വ്യാപാര സമൂഹം.
ഉൽപാദന മേഖലയുടെ വളർച്ചയ്ക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ 2014-15 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.